അമ്മേ എന്താ കണക്ക് കൂട്ടണേ? ഒന്നുമില്ല. ഇതെന്താ നീ കയ്യിലിരിക്കണേ? അല്ല, ഞാൻ കനകന്റെ ജാതകം ഒന്ന് നോക്കുമായിരുന്നു. അതിന് ഇപ്പൊ കനകേട്ടന്റെ ജാതകം? ഏട്ടനെ വേറെ കെട്ടിക്കാനുള്ള പരിപാടിയാണോ? പിന്നെന്താ? അല്ല, അവന്റെ ജാതകത്തിൽ 40 വയസ്സ് കഴിഞ്ഞാൽ അവന്റെ രാജയോഗമാണെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ 40 വയസ്സും കഴിഞ്ഞ് 4 മാസമായി. അതിന്റെ ആരംഭം ഒന്നും കാണുന്നതുമില്ല ഇതുവരെയായിട്ട്. ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആ, എന്നിട്ട് രാജയോഗത്തിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ. അതല്ലേ ഞാനും ഇങ്ങനെ നോക്കുന്നത്. എന്റെ പൊന്നമ്മേ, അമ്മ ഇങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന രാജയോഗം വരുമോ? അത് സമയമാകുമ്പോ തന്നെ വന്നോളും. എന്താണ് അമ്മയും മോളും കൂടി ഭയങ്കര ചർച്ച? അതെ, കനകേട്ടന് ഇപ്പൊ രാജയോഗാന്ന്. ആ രാജയോഗം വന്നില്ലല്ലോ, അതിന്റെ ടെൻഷനാ അമ്മയ്ക്ക്. ആണോ? രാജയോഗമാണോ? പിന്നെന്താ അത് വരാത്തത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറുവന്തോടി ഉണ്ണികൃഷ്ണൻ എഴുതിയ ജാതകമാണ്. പക്ഷെ അതിന് മാറ്റം ഉണ്ടാകാൻ വഴിയില്ല. അയാൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അച്ചിട്ടതുപോലെയാ. അമ്മേ, മറ്റേ എടി കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ, കുർമ. ഈ കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ എഴുതുന്ന ജാതകം ഉണ്ടല്ലോ, പച്ചലയും കത്രിയും പോലെയാണ്. ഒരു വ്യത്യാസമില്ല. പറഞ്ഞതാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാമേ, ഈ ജാതകം കൊണ്ടുപോയി ആ ഉണ്ണികൃഷ്ണൻ പണിക്കർ ഒന്ന് കാണിച്ചാലോ? എവളെന്തോ നീ പറയുന്നത്? എടി അങ്ങേര് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ല. ഞാനത് ഓർത്തില്ല. എന്തോർത്തില്ല അമ്മേ? ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, വേണ്ട. ഒരു മണ്ടത്തരം ഉടനെ കേൾക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. ഇത് ഭയങ്കര ബുദ്ധിയായിരിക്കും അമ്മേ. ഈ ജാതകം എഴുതിയ ജോത്സ്യൻ തന്നെ വേണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ടുപോയിട്ട് നമുക്ക് കാണിക്കാം. എന്റെ നാത്തൂനെ ഈ ജാതകത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഏട്ടന് തന്നെ രാജയോഗം വരാൻ താമസിക്കുന്ന എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടാവും. അപ്പൊ അത് വല്ല പൂജയോ അർച്ചനയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ തടസ്സം അങ്ങ് നീങ്ങും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ജോത്സ്യനെ പോയി കാണാം. ഏതെങ്കിലും ജോത്സ്യനെ കണ്ടാൽ ശരിയാവത്തില്ല. നല്ലൊരു ജോത്സ്യൻ തന്നെ വേണം. അതെനിക്ക് വിട്ടേക്ക്. ഞാൻ പറയാം ഒരാളെ. നമ്മുടെ അമ്മാവന്റെ വീട്ടിലോട്ട് തിരിയുമ്പോ ആ ബസ് സ്റ്റോപ്പില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു ജോത്സ്യനില്ലേ, ഒരു വെള്ള ബോർഡ് വെച്ചേക്കണത്? ബ്രഹ്മശ്രീ സുധീന്ദ്രൻ ജോത്സ്യൻ. അത് തന്നെ. അയാളെ പോയി കാണാം. ഗംഭീരനായാള്. അതെങ്ങനെ നാത്തൂനെ അറിയണ ഗംഭീരനാന്ന്? അയാളുടെ വീട്ടുമുറ്റത്തെ തിരക്ക് കണ്ടറിഞ്ഞൂടെ അയാൾ മിടുക്കനാന്നുള്ളത്? അമ്മേ, അയാള് മതി. എന്നാ അത് മതി അമ്മേ. എന്നാ വേഗം പോയി റെഡിയാവരുത്. പിന്നെപ്പോഴാ മോളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. അപ്പ ചെയ്തോളണം. അപ്പൊ ഞാനും റെഡിയായി വരാം. ഞങ്ങള് പോയപ്പോരെ? എന്താ ഞാൻ കൂടി വന്നാല്? എന്തിനാ നാത്തൂൻ വന്നേ? ഇല്ലെങ്കിൽ 3 പേര് പോണ വഴി നല്ലതാവും. അമ്മ, എനിക്ക് എന്റെ കാര്യം അറിയാനുണ്ടെന്ന്. എന്ത് കാര്യം? ക്ലീറ്റോന്റെ കാര്യം. എന്റെ പൊന്നു മോളെ, ക്ലീറ്റോയുടെ കാര്യം ജോലിസ്യമല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോണത്? ചുമ്മാ പറഞ്ഞല്ലേ. അതിന് ക്ലീറ്റോ ചേട്ടന് ജാതകം ഉണ്ടോ? ജാതകം ഇല്ലെങ്കിലും എന്റെ അടുത്ത് ക്ലീറ്റോന്റെ ജനനതീയതി സമയമുണ്ട്. അത് മതിയോ അമ്മേ? അയാള് ഗ്രഹനില വെച്ച കാര്യങ്ങൾ പറയും. മതിയോ? മതി. എന്നാ പിന്നെ പോയി ഇറങ്ങി വരാൻ പറ. ഇനി അതിനായിട്ട് ഇവിടെ കിടന്ന കാര്യം വിളിക്കൊന്നും വേണ്ട. ആരുടെ ജാതകം പറഞ്ഞു? എന്റെ മോന്റെ ജാതകം. ഭർത്താവിന്റെ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയാൻ പറഞ്ഞില്ലേ? എല്ലാരും കൂടെ കിടന്ന് പോകണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. നീ പറ. എന്നാ ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. എന്റെ മോന്റെ ജാതകോ ജോത്സ്യരെ? ആരാ ജാതകം എഴുതിയത്? ഒരാൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? അമ്മ പറ. കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ ജോത്സ്യർ എഴുതിയതാ. എന്നാല് ജാതക വശാലിനകത്ത് ഒരു തെറ്റുണ്ട്. അതെങ്ങനെയാ? ഒരു തെറ്റുണ്ട്. ജോത്സ്യര് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ജാതകം എഴുതിയത് കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ പണിക്കരാ. ഇതുവരെ അദ്ദേഹത്തിന് ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇതില് മാത്രം അദ്ദേഹത്തിന് തെറ്റ് പറ്റത്തില്ലായിരിക്കും. ഇല്ല, അദ്ദേഹം വലിയ കക്ഷിയാണ്. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതിൽ ഒരു തെറ്റുണ്ട്. മോൻ ജനിച്ച സമയം എപ്പോഴാണ് നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. വൃശ്ചിക മാസത്തിലെ ആയില്യം. സമയം പറയുകയാണെങ്കിൽ 12:39. 12:39 വൃശ്ചിക മാസത്തിലെ ആയില്യം.
അതാണ് പ്രശ്നം. 12-39 വൃശ്ചിക മാസത്തിലെ ആയില്യം. ആയില്യം നാള് 12-30 വൃശ്ചിക മാസം 9. ജാതകവശാലിൽ പറയുന്നത് ഇപ്പോഴേ ഈ ജാതകക്കാരന് രാജയോഗമാണെന്നാണ്. അതെ. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് രാജയോഗമില്ല, വളരെ മോശം സമയമാണ്. ആ, ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് 40 വയസ്സും 4 മാസവും 4 നാഴികയും 43 വിനാഴികയും കഴിയുമ്പോൾ ഈ ജാതകക്കാരൻ സഹോദരനെ കൊല്ലും. അയ്യോ, അവൻ സഹോദരനില്ല. എനിക്കൊരാണും ഒരു പെണ്ണേ ഉള്ളു. ആ, എന്നാ കുഴപ്പമില്ല. സഹോദര തുല്യനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാനും എന്റെ ഭർത്താവും അവിടെ താമസിക്കണേ. അവിടെ വെച്ചാൽ എവിടെ? അമ്മയുടെ വീട്ടിൽ, അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ സഹോദരനോടൊപ്പം നിങ്ങളും ഭർത്താവും കൂടെ താമസിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കുഴപ്പമുണ്ടല്ലോ. നിങ്ങളുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ആരാ? ചേട്ടൻ. അതല്ലെന്ന് ചോദിച്ചത്. ഇവരുടെ ഭർത്താവ് ഈ ജാതകക്കാരനും തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരൻ. അളിയൻ എന്ന് വെച്ചാൽ ആരാ? സഹോദരൻ. ജാതകപ്രകാരം ഇയാളിന്റെ സഹോദരനായിട്ട് വരും നിങ്ങളുടെ ഭർത്താവ്. കൃത്യമായിട്ടും കൊന്നിരിക്കും, ഉറപ്പ്. അല്ല ജോത്സ്യൻ, ആ സമയമൊക്കെ കഴിഞ്ഞ്. എന്നാൽ വളരെ സൂക്ഷിക്കണം, കൊല്ലും. എന്റെ അങ്ങനത്തെ ആളല്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് എന്റെ ക്ലീറ്റോനെ കൊല്ലുവോ? പരിഹാരം അത് നമുക്ക് നോക്കാന്നുള്ളതേ ഉള്ളൂ. പരിഹാരമുണ്ട്. Alien versus Alien.